ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഇമേജിനെ നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ എന്താണ് പാഡിംഗ് എന്നുള്ളതും പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളിനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബട്ടൺസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഫ്ലട്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 3 ടൈപ്പ് ബട്ടൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 ടൈപ്പ് ബട്ടൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ബട്ടൺ, റൈസ്ഡ് ബട്ടൺ ആൻഡ് ഔട്ട്ലൈൻ ബട്ടൺ എന്നുള്ള 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 എണ്ണം പോയതിന് ശേഷം ടെക്സ്റ്റ് ബട്ടണും എലിവേറ്റഡ് ബട്ടണും ഔട്ട്ലൈൻഡ് ബട്ടണും എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പേജിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലട്ടറിൻ്റെ നമ്മുടെ flutter.dev എന്ന് പറയുന്ന പേജാണ്. ഈ ഒരു പേജിനകത്ത് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലട്ടറിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനും ഈ ഒരു പേജിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജിനകത്ത് വന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ആ ഒരു കാര്യങ്ങളുടെ ആൻസർ കണ്ടെത്തി നമുക്ക് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിനകത്ത് വരുന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഒരു സൈറ്റാണ്. അതേപോലെ തന്നെ ഞാൻ pub.devൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. pub.dev കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. pub.dev ഇത് ഫ്ലട്ടറിൻ്റെ pub.dev എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. പബ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. പബ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ള ഫയൽസിനെ നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പബ് സ്പെക്ക് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഫീച്ചർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു നെയിമിങ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് പുറത്തുനിന്നുള്ള എല്ലാ പാക്കേജസും കിട്ടുന്നത്. നമുക്ക് OTP വേണമെന്നുണ്ടെങ്കിൽ OTP, ഇതിനൊക്കെ ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ആനിമേഷൻസിൻ്റെ പാക്കേജസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു pub.dev എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് ഇതേപോലെ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവർ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ഒരു സൈറ്റിലേക്ക് ഗൂഗിളിൻ്റെ അനുമതിയോടുകൂടി ആഡ് ചെയ്യുന്നവയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജസും കാര്യങ്ങളും ഒക്കെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ബട്ടണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടിയിട്ടുള്ളത് 3 ടൈപ്പ് ബട്ടൺസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നാമത്തത് ഔട്ട്ലൈൻഡ് ബട്ടൺ, ദെൻ എലിവേറ്റഡ് ബട്ടൺ, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബട്ടൺ. ഇത് 3 എണ്ണമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണവും നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ കോളത്തിനകത്തേക്ക് നമ്മൾ വന്ന് ഇവിടെ ഓക്കെ ഇവിടെ വന്ന ശേഷം നമ്മൾ ഔട്ട്ലൈൻഡ് ബട്ടൺ എന്ന് കൊടുത്തു. നമ്മളൊരു ബട്ടൺ കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്കവിടെ സജഷൻ വന്നു, ഞാനത് കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഓൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടും ചൈൽഡ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഓൺ പ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആ ഒരു ഓൺ പ്രസ്ഡ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഫംഗ്ഷൻ പോലെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കൊടുക്കാനുള്ളത്. അതായത് ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ ഈക്വൽ ടു കൊടുത്തിട്ട് ഒരു ആരോ കൊടുക്കാം. ഓക്കെ, അതിനർത്ഥം ഒരെണ്ണത്തിലേക്ക് മാത്രമാണ് പോയിൻ്റ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ ഏതെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഔട്ട്ലൈൻഡ് ബട്ടണിനകത്ത് ഞാനിവിടെ കൊടുത്തേക്കുന്നുണ്ടല്ലേ, ഒരു പാരാന്തസിസ് കൊടുത്തു, അതിനുശേഷം ഒരു ആരോ കൊടുത്തു. ആരോ കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യം, ഇപ്പോൾ എനിക്ക് എന്താണ് ഇതിനെക്കൊണ്ട് ചെയ്യേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഹലോ ബട്ടണിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഹലോ വരണം. അതേപോലെ തന്നെ ചൈൽഡ് ഞാൻ ടെക്സ്റ്റ് കൊടുത്തു. എന്താണ് ഇത് ഔട്ട്ലൈൻ ബട്ടൺ അല്ലേ, അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ബട്ടൺ എന്ന് തന്നെ ടെക്സ്റ്റും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിതൊന്ന് ഹോട്ട് ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഹോട്ട് ലോഡ് ചെയ്യാനായിട്ട് അവിടെ കാണുന്ന ആ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ സേവ് ചെയ്താൽ മതി. ഓക്കെ, സേവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിലോഡായിട്ട് വരും. നമ്മുടെ ബട്ടൺ എങ്ങനെയാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് ഔട്ട്ലൈൻഡ് ബട്ടൺ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ അപ്പിയർ ആയിട്ടുണ്ട്. ഇനി ഔട്ട്ലൈൻഡ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൺസോളിനകത്ത് എന്തെങ്കിലും എഴുതി കാണിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. കണ്ടില്ലേ, ഹലോ എന്ന് നമുക്കവിടെ പ്രിൻ്റായി. അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഇനി ഔട്ട്ലൈൻഡ് ബട്ടൺ അല്ലാതെ നമുക്ക് വീണ്ടും 2 ബട്ടൺ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ അടുത്ത ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബട്ടൺ. ഓക്കെ, ടെക്സ്റ്റ് ബട്ടൺ എന്ന് പറയുന്ന പേര് പോലെ തന്നെ നമുക്കൊരു ടെക്സ്റ്റിനെ ബട്ടണാക്കി മാറ്റണം. നമുക്കൊരു ടെക്സ്റ്റ് എഴുതിയേക്കുന്നതിന് അതിപ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ലോഗിൻ എന്ന് മാത്രം എഴുതിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കയറി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ. അപ്പോൾ ഇതിനും ഞാൻ സെയിം ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ
വേണമെന്നുണ്ടെങ്കിൽ ആരോ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ പാരാന്തസിസ് കൊടുക്കാം. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അങ്ങനെ കൊടുത്തത്. ഓക്കെ, ഒരു പ്രിൻ്റ് കൊടുത്തു. ഹലോ ഫ്രം ടെക്സ്റ്റ് ബട്ടൺ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ചൈൽഡ് നമുക്ക് ഒരു പാരാന്തസിസിനകത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, കർലി ബ്രാക്കറ്റ് തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സെമി കോളൻ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എറർ വരും. അപ്പോൾ ഇനി അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കോൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ബട്ടൺ നിന്ന് അവിടെയും കോൾ ചെയ്തു. ഓക്കെ, നമുക്കതുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ടെക്സ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. നമുക്ക് രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഞാനിത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഹലോ ഫ്രം ടെക്സ്റ്റ് ബട്ടണും വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് തൊട്ട് മേളത്തെ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഹലോയും വരുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ബട്ടൺ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ബട്ടണിനെ കൂടെ നമുക്കിവിടേക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതാണ് നമ്മുടെ എലിവേറ്റഡ് ബട്ടൺ. നമുക്കെപ്പോഴും സജഷൻ ഉണ്ടെങ്കിൽ സജഷൻ എടുത്ത് ചെയ്യുക. ഓക്കെ, സജഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളതാണൊരു ഗുണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് വരുന്നു. ഹലോ ഫ്രം എലിവേറ്റഡ് ബട്ടൺ. ഓക്കെ, കൊടുത്തു. കണ്ടില്ലേ, നമുക്കവിടെ വേറൊരു മോഡലിലെ ബട്ടണും വന്നു. ക്ലിക്ക് ചെയ്ത് നോക്കാം. ഹലോ ഫ്രം എലിവേറ്റഡ് ബട്ടൺ പ്രിൻ്റ് ആവുന്നുണ്ട്. ഹലോ ഫ്രം ടെക്സ്റ്റ് ബട്ടൺ പ്രിൻ്റ് ആവുന്നുണ്ട്. ഹലോ എന്ന് മാത്രം ഔട്ട്ലൈൻ ബട്ടൻ്റെതും പ്രിൻ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്കൊരു റോ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒരു റോ കൊടുക്കുകയാണ്. ഒരു റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലി നമുക്കൊരു കാര്യത്തെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈബ്രറിയിൽ ബുക്ക് നമ്മളൊരു ഷെൽഫിൽ വെക്കുന്ന ആ ഒരു രീതി ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുകയാണ് ചെയ്യുക. അതേസമയം അല്ലാത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കട്ട കൊണ്ടെടുക്കുന്ന പോലെ നമുക്ക് മുകളിലേക്കായിരിക്കും അടുക്കി വെക്കുക. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആയിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചിൽഡ്രൻ വിളിക്കുന്നു. ഇനി ഇതിനകത്ത് ചിൽഡ്രൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ കൊടുത്ത 3 ബട്ടണിനെയും ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ ആ 3 ബട്ടണിനെയും എടുത്ത് നമ്മുടെ ചിൽഡ്രനകത്തിട്ടു, റൺ ചെയ്തു. എന്താണ് വരുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, ഔട്ട്ലൈൻ ബട്ടൺ, ടെക്സ്റ്റ് ബട്ടൺ, എലിവേറ്റഡ് ബട്ടൺ, 3 ബട്ടൺസും നമുക്ക് നിരന്ന് വന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്കത് വർക്കിംഗ് തന്നെയാണ്, മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് അവിടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമുക്ക് കാണാൻ അത്യാവശ്യം വൃത്തിയുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റോയ്ക്ക് തന്നെ വേറൊരു ഫീച്ചറുണ്ട്, സ്വന്തമായിട്ട് പാഡിങ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അലൈൻ ചെയ്യാനായിട്ട്. റോയ്ക്ക് മാത്രമല്ല നമ്മുടെ കോളത്തിനും ഇതേപോലൊരു ഫീച്ചറുണ്ട്. ആ ഒരു ഫീച്ചറിനെ നമുക്ക് ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് റോയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ആക്സിസ് അലൈൻമെൻറ്റ് ഉണ്ട്. മെയിൻ ആക്സിസും ഉണ്ട്, ക്രോസ് ആക്സിസും ഉണ്ട്. മെയിൻ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് റോ ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും മെയിൻ ആക്സിസ്. ഓക്കെ, റോ ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും മെയിൻ ആക്സിസ്. അതേസമയം കോളം ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിരിക്കും മെയിൻ ആക്സിസ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് കണ്ടിട്ട് ടൈപ്പ് ചെയ്തപ്പോഴേ ഇവിടെ വന്നു. ഇനി ഇതിൻ്റെ നമ്മൾ കൊടുക്കാൻ പോകുന്ന വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് തന്നെയാണ്. ഓക്കെ, അലൈൻമെൻറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്തത്, ക്ലാസ്സിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത പോലെ തന്നെ ഡോട്ട് കൊടുക്കുക. ഓക്കെ, ഡോട്ട് കൊടുക്കുമ്പോൾ സെൻറ്റർ, സ്റ്റാർട്ട്, സ്പേസ്, ഈവൻലി ഇങ്ങനെ ഒരു 6 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റാർട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് അലൈൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്പേസ് ഈവൻലി കൊടുത്ത് നോക്കാം. ഓക്കെ, സ്പേസ് ഈവൻലി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. കണ്ടില്ലേ, എല്ലാത്തിൻ്റെ തമ്മിലും ഈക്വലായിട്ട് സ്പേസസ് വന്നിട്ടുണ്ട്. ഈക്വലി സ്പേസ് ഡിവൈഡ് ആയിട്ട് ആ ഒരു രീതിയിൽ വന്നിരിപ്പുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കോളത്തിന് കൊടുത്തു നോക്കാം. മുകളിലത്തെ കോളത്തിലേക്ക് വന്നിട്ട് ഞാൻ ഇവിടെയും മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് കൊടുക്കുന്നു. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സ്പേസ് ഈവൻലി കൊടുക്കുന്നു. ഓക്കെ, എന്താണ് വരുന്നത് നോക്കാം. കണ്ടില്ലേ, എല്ലാം ഒരേപോലെ ഈവൻലി സ്പേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്പേസ് ഈവൻലി അല്ലാതെ വേറെയും ഉണ്ട്, സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രണ്ടും 2 അറ്റത്തേക്ക് മാറിയിട്ട് ഒരേപോലെ സ്പേസ് നടുക്കത്തെ എലമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും
നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എലിവേറ്റഡ് ബട്ടണിന് സ്റ്റൈൽ കൊടുക്കുക, നമുക്ക് കർവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, അതേപോലുള്ള കാര്യങ്ങൾ പഠിക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ആപ്പ് ഒരു UI ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു മോഡലിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതും അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.